Students, in my last class we have learned the postulates of Bose-Einstein model and the merits and demerits of Bose-Einstein model. Okay, today I am going to discuss the next very important topic from structure of atom, that is modern concepts, modern approaches in the case of atomic structure, modern concepts to structure of atom. Okay, then this modern concepts leads to a new atom model which is called quantum mechanical model of atom. Yes. അപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമാണ് ബോർസ് ആറ്റം മോഡലിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്, ചില ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ബോർസ് ആറ്റം മോഡലിന് ചില ഡീമെറിറ്റ് ഉണ്ട് എന്ന് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ലൂയിസ് ഡി ബ്രോളി, ഹേസൻബർഗ് തുടങ്ങിയ സയൻറ്റിസ്റ്റാണ് ബോർസ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ് ആദ്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. യെസ്, പ്ലീസ് ലിസൺ. ദിസ് മോഡേൺ തിയറി ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ a new branch of science. The quantum or wave mechanics, proposed independently by Louis de Broglie and Heisenberg. ഓക്കെ, അപ്പോൾ മോഡേൺ തിയറി, ആറ്റോമിക് സ്ട്രക്ചറിൻ്റെ കേസിലുണ്ടായിട്ടുള്ള മോഡേൺ തിയറി ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ. ഓക്കെ, ലൂയിസ് ഡിബ്രോളി പ്രപ്പോസ് ചെയ്ത ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്ററിനെയും ഹെയ്സൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിനെയുമാണ് ബേസ് ചെയ്യുന്നത്. ഓക്കെ, മോഡേൺ തിയറി ഓഫ് ആറ്റോമിക് സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ ദ മോഡേൺ ഐഡിയ, ദാറ്റ് ഈസ് ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ പ്രപ്പോസ്ഡ് ബൈ ലൂയിസ് ഡി ബ്രോളി ആൻഡ് uncertainty principle proposed by Heisenberg. Uncertainty principle. Well, Louis de Broglie proposed ചെയ്ത dual nature of matter എന്താണ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. Yes, please listen. Dual nature of matter proposed by Louis de Broglie. Yes. Dual behavior of matter or dual nature of matter. Okay. We know that light and other electromagnetic radiations have dual nature. That is wave nature and particle nature. Okay. അപ്പോൾ ലൈറ്റിനെ പോലെയുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും ഉണ്ട് എന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അക്കോർഡിംഗ് ടു ഡി ബ്രോളി, ലൈക്ക് റേഡിയേഷൻസ്, all moving material particles, microscopic as well as macroscopic material particles, have dual nature, that is wave and particle nature.
ഇപ്പൊ ലൂയിസ് ഡി ബ്രോളി പറഞ്ഞ കാര്യം എന്താ? റേഡിയേഷനെ പോലെ എല്ലാ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിളിനും മാസുള്ള പാർട്ടിക്കിളിനും മൂവിങ് മാറ്ററിനും മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾ അത് മൈക്രോസ്കോപ്പിക് ആവട്ടെ മാക്രോസ്കോപ്പിക് ആവട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ അത് എന്തുണ്ട്? ഡ്വൽ നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്. യെസ്, ഡ്വൽ ബിഹേവിയർ ഓഫ് മാറ്റർ, particle and wave nature of matter. Particle and wave nature of matter. The waves associated with the material particle, the waves associated with the matter are called matter waves. ഒരു കാര്യം വ്യക്തമാണ്, മൂവിങ് കാറിന് വേവ് നേച്ചർ ഉണ്ട്, മൂവിങ് ക്രിക്കറ്റ് ബോളിന് വേവ് നേച്ചർ ഉണ്ട്, മൂവിങ് എയറോപ്ലെയിന് വേവ് നേച്ചർ ഉണ്ട് അല്ലേ? ഞാനിപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, യെസ്, എനിക്കും എന്തുണ്ട്? വേവ് നേച്ചർ ഉണ്ട്. ഓൾ മൂവിങ് മെറ്റീരിയൽ പാർട്ടിക്കിൾസ്, all moving matter possess particle nature and wave nature. This is called the dual nature of matter, and the wave associated with this matter is known as matter wave. ഈ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന വേവിനെ നമുക്ക് മാറ്റർ വേവ് എന്ന് വിളിക്കാം. The characteristics of matter wave is entirely different from electromagnetic wave. മാറ്റർ വേവിന്റെ സ്വഭാവങ്ങൾ, പ്രോപ്പർട്ടീസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നിന്നും ഡിഫറൻ്റ് ആണ്. അത് ഞാൻ പിന്നീട് പറയാം. ലൂയിസ് ഡി ബ്രോളി correlated the two characters, means the particle character and wave character, in the form of an equation. The equation is called de Broglie equation. De Broglie equation. De Broglie എന്ത് ചെയ്തു? ഈ മാറ്ററിന്റെ പാർട്ടിക്കിൾ നേച്ചറിനെയും വേവ് നേച്ചറിനെയും കണക്ട് ചെയ്തുകൊണ്ട്, റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്തു. That equation is called de Broglie equation. Examination point of view, very very important. The equation is lambda is equal to h by mv. Lambda is equal to h by mv. Here lambda denotes the wave nature of the moving material objects. ലാംഡ എന്നത് മൂവിങ് മാറ്ററിന്റെ എന്താണ്? വേവ് നേച്ചറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. യെസ്. ആൻഡ് എം ഇൻറ്റു വി, നമുക്കറിയാം എം ഇൻറ്റു വി, എം വി ഈസ് നത്തിങ് ബട്ട് മൊമെന്റം. ദ മൊമെന്റം റെപ്രസെന്റ്സ് ദ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് ദ മൂവിങ് matter. Moving matter, lambda is equal to h by mv. Okay, this lambda is called lambda represents what? Wavelength of the matter wave. Please note, lambda wavelength of the matter wave. H Planck's constant. M mass of matter, mass of the material particle. V velocity of the material particle. M into V. M into V momentum ആണെന്ന് അറിയാം. Or we can write lambda is equal to h by p. P means P represents P indicates momentum. Yes, mass into velocity. Okay, this equation is called de Broglie equation. Very very important equation. Okay, then ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്. We do not see a car moving on the road in the form of a wave. Why? റോഡിൽ കൂടി മൂവ് ചെയ്യുന്നൊരു കാറ് വേവിൻ്റെ ഫോമിലാണോ മൂവ് ചെയ്യുന്നത്? അല്ലല്ലോ. മൂവിങ് കാറിനും വേവ് നേച്ചർ ഉണ്ട്, പക്ഷേ ഒരിക്കലും അതൊരു വേവിൻ്റെ ഫോമിലും മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
എന്തുകൊണ്ട്? Please listen. According to Louis de Broglie, equation നോക്കുക. The lambda is inversely proportional to mass. Lambda is inversely proportional to mass. Lambda is inversely proportional to mass. That means when mass of the object, mass of the material particle increases, the wavelength decreases. അപ്പോൾ ബിഗർ ബോഡീസ് കാറൊക്കെ ബിഗർ ബോഡിയാണ്, ലാർജ് ഓക്കെ. അപ്പോൾ എന്താണ്? മാസ് ഈസ് വെരി ലാർജ്, ദെൻ ഇസ് വേവ് ലെങ്ത് ഈസ് ടു സ്മോൾ ടു ബി മെഷേർഡ്. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാണ്. അക്കോർഡിംഗ് ടു ഡി ബ്രോഗ്ലി, വേവ് ലെങ്ത് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. Then we can say that wavelength of large bodies is too small to be measured. ഓക്കെ, ലാർജ് ബോഡീസിന്റെ വേവ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റാത്ത അത്രയും വളരെ ചെറുതാണ്. അപ്പോൾ അതിൻ്റെ വേവ് ക്യാരക്ടർ വളരെ കുറവാണ്, ദെൻ വേവ് നേച്ചറും കുറവാണ്. യെസ്, ഹെൻസ് ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ അവർ ഡെയിലി ലൈഫ്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വെരി വെരി ഇമ്പോർട്ടൻറ്റ് നെക്സ്റ്റ് പോയിന്റ്. ഡി ബ്രോഗ്ലി ഇക്വേഷൻ ഈസ് സിഗ്നിഫിക്കൻറ്റ് only in the case of very small particles like electron. Electron microscopic ആണ്. അപ്പോൾ മാസ് എത്ര കണ്ട് കുറയുന്നുവോ വേവ് ലെങ്ത് അത്ര കണ്ട് കൂടും, വേവ് ക്യാരക്ടർ കൂടും. യെസ്, ഓക്കെ. De Broglie equation is significant only in the case of very small particles like electron. Okay, then please listen. What are the main differences between electromagnetic wave and matter wave? Electromagnetic waves in the characteristic last ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതാണ്. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. നമ്പർ 1, electromagnetic waves are associated with electric field and magnetic field. Electromagnetic waves associated with electric field and magnetic field. Electric field and magnetic field. But matter waves have no electric field and magnetic field. Matter waves have no electric field and magnetic field. This is the first difference. Matter waves have no electric and magnetic field. Yes, then second difference. Electromagnetic waves do not require medium for its propagation. Electromagnetic wave പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ട്രാവൽ ചെയ്യാൻ, സഞ്ചരിക്കാൻ മീഡിയം വേണ്ട. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഡു നോട്ട് റിക്വയർ മീഡിയം ഫോർ ഇറ്റ്സ് പ്രൊപ്പഗേഷൻ. Then matter waves require medium for its propagation. Matter wave in a travel ചെയ്യാൻ medium വേണം. Okay, medium for its propagation. And the last difference നമുക്കറിയാം, all electromagnetic waves, all electromagnetic radiation travel with the same speed, 3 into 10 raised to 8 meter per second. But matter waves travel with different velocities. Different matter wave in the velocity different ആണ്. നമുക്കറിയാം, മൂവിങ് കാറിൻ്റെയും മൂവിങ് ബസ്സിൻ്റെയും ഓക്കെ മൂവിങ് ക്രിക്കറ്റ് ബോളിൻ്റെയും ഒക്കെ എന്താണ് മൂവിങ് ഇലക്ട്രോണിൻ്റെയും ഒക്കെ വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്. യെസ്, മാറ്റർ വേവ്സ് ട്രാവൽ വിത്ത് ഡിഫറെൻറ്റ് വെലോസിറ്റീസ്. ദീസ് ആർ ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ electromagnetic wave and matter wave. Then let us solve
some important problems related to de Broglie equation. Okay? Okay. The first problem, calculate the momentum of a moving particle with de Broglie wavelength 200 picometer. Yes, here you have to calculate the momentum P. The momentum of a moving particle is de Broglie wavelength. Lambda, de Broglie wavelength means what? The wavelength of the matter wave is also called de Broglie wavelength. Okay? Yes, lambda is equal to 200 picometer. We know 1 picometer is equal to 10 raised to minus 12 meter. Then 200 into 10 raised to minus 12 meter means what? 200 means 2 into 10 raised to 2 into 10 raised to minus 12 means what? 2 into 10 raised to minus 10 meter. Yes. 2 into 10 raised to minus 10 meter. Okay. Then the Planck's constant value h is equal to 6.626 into 10 raised to minus 34 kilogram meter squared second raised to minus 1. According to de Broglie, de Broglie equation is lambda is equal to h by p, or p is equal to h by lambda 6.626 into 10 raised to minus 34 kilogram meter squared second raised to minus 1 divided by 2 into 10 raised to minus 10 meter. Okay, meter, 1 meter cancels. 6.626 by 2, 3.313. Okay, into 10 raised to minus 34 by 10 raised to minus 10, 10 raised to minus 24 unit kilogram meter per second. Momentum means mass into velocity momentum. Yes, okay, mass into unit kilogram, velocity meter per second. Yes. Okay. Next problem, please listen. The kinetic energy of a moving electron is, kinetic energy means half mv squared. Right? The kinetic energy of a moving electron is 4.55 into 10 raised to minus 25 joule. Calculate the wavelength of electron. You have to calculate the wavelength of electron. Wavelength calculate. Yes. Equation നമുക്കറിയാം, lambda is equal to h by mv. പക്ഷേ velocity അറിയില്ല അല്ലേ? Velocity നമുക്ക് കാണാം. Okay. K half mv squared is equal to 4.55 into 10 raised to minus 25 joule. Okay. Here 1 joule is equal to 1 kilogram meter squared second raised to minus 1 joule. Okay, then half mv squared is equal to 4.55 into 10 raised to minus 25 joule. Okay, means kilogram meter square second raised to minus 2. Then here v squared is equal to 2 into 4.55 into 10 raised to minus 25 kilogram meter squared. Sorry, second raised to minus 2. Second raised to minus 2 divided by m. The mass of electron is 9.1 into 10 raised to minus 31 kilogram. Therefore, V is equal to root of
Okay, 2 into 4.55 into 10 raised to minus 25 kilogram meter square, second raised to minus 2, divided by 9.1 into 10 raised to minus 31 kilogram. 2 into 4.55, 9.1. 9.1, 9.1 cancels. Kilogram cancels. Okay, then 10 raised to minus 25 by 10 raised to minus 31 root 10 raised to 6 meter square, second raised to minus 2 means 10 raised to 3 meter per second. That is the velocity. Yes, then lambda is equal to h by mv. Lambda is equal to h by mv. Lambda is equal to h by mv. 6.626 into 10 raised to minus 34 kilogram meter squared, second raised to minus 1, divided by m mass of electron 9.1 into 10 raised to minus 31 kilogram, and velocity of electron is 10 raised to 3 meter per second. Okay, substitution ഞാൻ ചെയ്തു കഴിഞ്ഞു. ഫൈനൽ ആൻസർ നിങ്ങൾ തന്നെ സോൾവ് ചെയ്തിട്ട് കാണുക. ഓക്കെ, അപ്പോൾ എൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ, നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് മോഡേൺ കോൺസെപ്റ്റായ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, ഗുഡ് ബൈ, സ്റ്റഡി.